അപ്പോൾ ഇന്ന് നമ്മൾ കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇല്ലിക്കൽ കല്ലിൻ്റെ ബാക്ക് സൈഡ് വ്യൂ പോയിൻ്റ് കാണാൻ പോവുകയാണ്. അപ്പോൾ സമയം ഏകദേശം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും. ഇത്ര രാവിലെ ഇറങ്ങുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അവിടെ എത്തിയിട്ട് സൺറൈസ് കാണണം. അപ്പം നമ്മൾ പോകുന്ന റൂട്ട് എറണാകുളത്ത് നിന്ന് തൃപ്പൂണിത്തുറ, കാഞ്ഞിരമറ്റം, പാലാ കയറി വേണം നമുക്ക് ഇല്ലിക്കൽ കല്ലിൽ എത്താനായിട്ട്. നമ്മൾ അതിരാവിലെ എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ മെയിൻ റീസൺ അവിടെ എത്തി സൺറൈസൊക്കെ കണ്ട് ട്രെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും പോവേണ്ട ഒരു സ്പോട്ട് കൂടിയാണ് കേട്ടോ ഇല്ലിക്കൽ കല്ലിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ദിസ് ഈസ് ആർദ്ര, വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ എറണാകുളത്ത് നിന്ന് 4 മണിയായപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു 6:20 നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. സൺറൈസൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടോ. സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഈ വെളുപ്പാങ്കാലത്തൊക്കെ എഴുന്നേറ്റ് സൺറൈസ് കാണാൻ പോകാൻ വട്ടാണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അവർക്കുള്ള ഏറ്റവും വലിയ ആൻസറാണ്, ഈ നിൽക്കുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഈ നിൽക്കുന്നവരെല്ലാം അങ്ങനത്തെ ഭ്രാന്തന്മാർ തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്ന് ഈ സൺറൈസൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ, അത് വന്ന് എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. ചില ആളുകൾ ജസ്റ്റ് വന്ന് സൺറൈസ് കണ്ട് ഇവിടെ നിന്ന് ഒരു ടീ ഒക്കെ കുടിച്ച് തിരിച്ചു പോകുന്നവരുണ്ട്. അതല്ലാത്തവർ ഇവിടെ വന്ന് സൺറൈസും കണ്ട് നേരെ ആ രാവിലത്തെ ടൈമിൽ തന്നെ ട്രെക്ക് ചെയ്യാൻ കയറുന്നവരുണ്ട്. അപ്പം നമ്മളിത് രണ്ടിനും കൂടി വേണ്ടിയിട്ടാണ് വന്നത്. ഈ സൺറൈസൊക്കെ കണ്ടുകൊണ്ട് ടോപ്പിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. ഈ സമയത്ത് നമ്മൾ വീട്ടിൽ കിടന്ന് ഉറങ്ങി ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഈ ഒരു ടൈമിൽ വരികയാണെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വലിയ ക്ഷീണമൊന്നുമില്ലാതെ കയറാൻ പറ്റും. രാവിലെ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരിക്കും, അപ്പോൾ വലിയ ചൂടൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഇല്ലിക്കൽ കല്ലിൻ്റെ ബാക്ക് സൈഡിനെ പറ്റി ആളുകളിലേക്ക് അറിഞ്ഞു തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളൊക്കെ ആയിട്ടുള്ളൂ. പൊതുവേ എല്ലാവരും ഫ്രണ്ട് സൈഡിലേക്കാണ് കൂടുതലും വിസിറ്റ് ചെയ്യാറ്. അവിടെ ടിക്കറ്റ് ഫീ ഒക്കെ ഉണ്ട്. ഇവിടെ കംപ്ലീറ്റ് ഫ്രീ ആണ്. ബിക്കോസ് ഇത് നമ്മുടെ സ്വന്തം റിസ്കിൽ വേണം കയറാനായിട്ട്. മറ്റേതുപോലെ അത്ര ഈസി അല്ല. ഫ്രണ്ട് സൈഡിൽ എന്ന് പറയുമ്പോൾ നമുക്ക് കയറാനായിട്ട് അവിടെ ഹാൻഡ് റെയിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇത്തിരി ഏജ്ഡ് ആയിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിലും കുറച്ചും കൂടെ ഈസി ആയിട്ട് കയറി പോകാൻ പറ്റും. പക്ഷേ ഇത് അങ്ങനെയേ അല്ല. കുറച്ച് എന്താ പറയുക, നല്ല കുത്തനെ ഉള്ള കയറ്റം തന്നെയാണ്. അപ്പം അത്രയും ആരോഗ്യമൊക്കെ ഉള്ളവരും കയറാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവരൊക്കെ മാത്രം ഇങ്ങോട്ട് വരിക. പലരും വീഡിയോസിലൊക്കെ പറയുന്ന പോലെ ഭയങ്കര ഈസി ആണെന്നൊക്കെ ചില വീഡിയോയിലൊക്കെ പറയുന്ന കേട്ടു. ബട്ട് ഞാൻ കയറിയ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്, അത്ര ഈസിയൊന്നും അല്ല. കയറാനുള്ളൊരു മൈൻഡ് സെറ്റും നമ്മളുടെ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ നമുക്ക് കയറാനായിട്ട് പറ്റും. അപ്പോൾ ഏകദേശം 1 സൈഡ് തന്നെ 1 ഹവറിന് മുകളിൽ ട്രെക്ക് ചെയ്യാനുണ്ട്. പിന്നെ രാവിലെ വരികയാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഓവറായിട്ട് ടയേർഡ് ആവില്ല. ബിക്കോസ് ചെറിയൊരു കാറ്റും തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയും അങ്ങ് ക്ഷീണം തോന്നില്ല. അപ്പം മാക്സിമം നിങ്ങൾ രാവിലെ തന്നെ വരാൻ നോക്കുക. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതങ്ങനെ ഒരു നിരന്ന പ്രദേശമൊന്നുമല്ല, നല്ല കുത്തനെയുള്ള കയറ്റം ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ട് കയറാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമുക്കിവിടെ ഹാൻഡ് റെയിൽ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ പാറകളിൽ പിടിച്ച് ചവിട്ടി വേണം നമ്മൾ കയറാനായിട്ട്. അപ്പം വരുന്നവർ മാക്സിമം നല്ല സ്പോർട്സ് ഷൂ ഒക്കെ ഇട്ടിട്ട് വരിക. അതല്ലാന്നുണ്ടെങ്കിൽ കാലിനൊക്കെ പണിയാണ്, കാല് വേദന എടുക്കാനായിട്ട് തുടങ്ങും. അതുമാത്രമല്ല, നമ്മൾ കയറുന്ന സമയത്ത് കുറേ ആളുകൾ സാധാ ചെരുപ്പൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ കയറുന്ന സമയത്ത് എങ്ങനെയെങ്കിലുമൊക്കെ കയറി പോകാനായിട്ട് പറ്റും. പക്ഷേ ഇറങ്ങുന്ന സമയത്ത് കാല് തെന്നി പോകാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് മാക്സിമം നിങ്ങൾ ഷൂ ഇട്ടിട്ട് തന്നെ വരാനായിട്ട് നോക്കണം. അപ്പോൾ നമ്മൾ കുറച്ചിങ്ങ് കയറിയപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. അതുമാത്രമല്ല, ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമ്മളൊരു പകുതിയോളം കയറി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇവിടെ ഒരു ഇരുമ്പിൻ്റെ കമ്പി കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ടോട്ടൽ ട്രെക്ക് ചെയ്യുന്നിടത്ത് ഈ ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ കമ്പി വെച്ചിട്ടുള്ളത് ഈ ആളുകൾ തന്നെ വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ഇവിടെ കയറാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന പോലെ അത്ര നിസ്സാരമല്ല, കയറുമ്പോഴായിരിക്കും നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുക. ടോപ്പിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടൊരു കുരിശ് കാണാൻ പറ്റുന്നില്ലേ, അവിടെയാണ് കേട്ടോ നമുക്ക് ഫസ്റ്റ് എത്തേണ്ട സ്പോട്ട്. അപ്പോൾ ഇതുവരെ കയറി വന്ന പോലെ അല്ല, ഇനി അങ്ങോട്ട് ഇതിലും ബുദ്ധിമുട്ടാണ് കയറാൻ. കാരണം നല്ല കുത്തനെയുള്ള കയറ്റവും അതുപോലെ തന്നെയുള്ള ഇറക്കമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ടോപ്പിലെത്താറായിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന വ്യൂ ഉണ്ടല്ലോ, ഇത് ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര അടിപൊളിയാണ് നേരിട്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ എത്താറായപ്പോഴത്തേക്കും ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. കാറ്റിൻ്റെ ശക്തി കാരണം തലയിലിരിക്കുന്ന ക്യാപ്പൊക്കെ പറന്നു പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ടോപ്പിലെത്തിയപ്പോഴത്തേക്കും
ട്രെക്ക് ചെയ്ത് ഇറങ്ങുന്ന കുറേ ആളുകളുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 6:20 6:30 അടുത്താണ് ഇല്ലിക്കൽ കല്ല് എത്തിയത്. ആ സമയത്ത് തന്നെ ട്രെക്ക് ചെയ്ത് ഇറങ്ങുന്നവരുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാണുന്നവരൊക്കെ രാവിലെ വന്ന് ട്രെക്ക് ചെയ്ത് ഇറങ്ങി പോകുന്നവരാണ്. അപ്പോൾ അവർ ഒരുപാട് നേരത്തെ എത്തിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ സമയത്ത് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ഫസ്റ്റ് സ്പോട്ടായ കുരിശിൻ്റെ അങ്ങോട്ട് എത്താറായിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരു 8 മണി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ മൊബൈലിന് നെറ്റ്വർക്ക് ഒന്നും കിട്ടില്ല. അതിനെപ്പറ്റി ഒന്നും നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. നമുക്കിന്നിവിടെ 2 സ്പോട്ടാണ് കവർ ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഞാൻ ആ പറഞ്ഞ കുരിശിൻ്റെ അവിടെ എത്തണം. അതിനുശേഷം നമുക്കിവിടെ നരകപാലം എന്ന് പറഞ്ഞ സ്പോട്ടിലേക്കും കൂടെ പോകാനുണ്ട്. നരകപാലം കഴിഞ്ഞ ഒരു വ്യൂ പോയിൻറ്റ്, നരകപാലം എന്ന് തന്നെയാണ് പറയുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഈ വഴി കൂടെ പോകുമ്പോൾ ഇവിടെ ചെന്ന് നമ്മൾ 2ആയിട്ട് സ്പ്ലിറ്റ് ആവും. ടോപ്പിലേക്ക് പോകുന്നതാണ് കുരിശിൻ്റെ അങ്ങോട്ട് പോകുന്നത്. ഇതുവഴി താഴേക്ക് കാണുന്നതാണ് നമ്മൾ നരക കവാടത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കുരിശിൻ്റെ അവിടെ പോയി അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് വേണം തിരിച്ചിവിടെ വരാൻ. അപ്പോൾ നമ്മുടെ സ്പോട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ കുരിശ്. അതിൽ ഇതാ സെൻറ്റ് മേരീസ് ചർച്ച് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് കാണുന്ന ആർക്കെങ്കിലും ഇതിൻ്റെ ഹിസ്റ്ററി അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കുരിശിൻ്റെ ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഭയങ്കര അടിപൊളി വ്യൂ ആണ്. അപ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരുന്ന കാര്യം, ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഒരുപോലെ നമുക്ക് നല്ല ഭംഗിയും തോന്നും, അതുപോലെ തന്നെ നല്ല ഭയവും തോന്നും. അപ്പോൾ ഇതാ കാണുന്നതാണ് നമുക്ക് അടുത്ത പോകേണ്ട നരക കവാടം കഴിഞ്ഞിട്ടുള്ള വ്യൂ പോയിൻ്റ് കേട്ടോ. ഇത് ഇത്രയും ഹൈറ്റ് ഉണ്ടാവില്ല അവിടെ, പക്ഷെ അത് കുറച്ചും കൂടെ റിസ്ക്കിയാണ് പോകാൻ. അപ്പം നിങ്ങൾ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ടോപ്പിലൊക്കെ വന്നു കഴിയുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനുള്ള ത്രില്ലിലായിരിക്കും. ആ സമയത്ത് നമ്മളെ തന്നെ ശ്രദ്ധിക്കാതെ പോകരുത്. കാരണം ഇത് ഒരു 3600 അടിയോളം ഉയർച്ചയുള്ള പാറയാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ കാലം ജസ്റ്റ് ഒന്ന് വഴുതിയാൽ തന്നെ വലിയൊരു അപകടത്തിലേക്ക് പോകും. അതുകൊണ്ട് ഇവിടെ ഒരു സേഫ്റ്റി മെഷേഴ്സും ഇല്ല. അപ്പോൾ നമ്മളെ തന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. വന്ന് ഇതൊക്കെ കാണുമ്പം ജസ്റ്റ് നമ്മൾ ആ സൈഡൊക്കെ നോക്കി വേണം നിൽക്കാനായിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിപ്പോയി തെന്നി താഴേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പൊടി പോലും കിട്ടത്തില്ല. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചേ വരാവുള്ളൂ. പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ കുട്ടികളെ ഒന്നും ഇറക്കി വിടരുത്. അവരെയൊക്കെ എപ്പോഴും ഒന്നും ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടിൽ ചെന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ നരകപാലം കഴിഞ്ഞ് നേരെയുള്ള വ്യൂ പോയിൻ്റാണ്. അവിടേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല കേട്ടോ. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് അത്ര ധൈര്യമുള്ള ആളൊന്നുമല്ല. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഈ ഇയർ ബാലൻസ് ഇഷ്യൂസൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ വഴി പോകാൻ ഭയങ്കര പാടായിരിക്കും. കാരണം ചെറിയൊരു വഴിയാണ്, ഒരാൾക്ക് കഷ്ടി പോകാനുള്ള സ്പേസ് മാത്രമേ അവിടെ ഉള്ളൂ. പക്ഷേ പല ആളുകളും വീഡിയോയിലൊക്കെ ഇതിനകത്ത് ഭയങ്കര ഈസിയാണ്, സിമ്പിളായിട്ട് പോകാമെന്നൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല. കാരണം ഇവിടെ ഒരാൾക്ക് കഷ്ടി പോകാനുള്ള വഴിയുള്ളൂ. അപ്പം നമ്മുടെ കാല് ജസ്റ്റ് ഒന്ന് വഴുതിയാൽ തന്നെ താഴേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. താഴേക്ക് പോയാൽ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ്, ഇവിടുന്ന് താഴേക്ക് പോയാലും നമ്മുടെ പൊടി പോലും കിട്ടില്ല. അപ്പം ഇത് അത്രയും മനസ്സിനൊക്കെ ധൈര്യമുണ്ട്, പോകാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവരും ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ മാത്രം പോവാം. അല്ലെങ്കിൽ അത്രയും ധൈര്യം വേണം ഒറ്റയ്ക്കൊക്കെ പോകാനായിട്ട്. ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് ഇരുന്നിട്ട് റിലാക്സ് ചെയ്തിട്ടൊക്കെയാണ് പോയത്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ, ഇത് അത്രയും വീതി കുറവാണ്. ഒരാൾക്ക് നടക്കാനുള്ള കഷ്ടിയുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു വഴി കടന്നു പോകുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. എനിക്കത് കയറുന്നതിന് മുമ്പ് അത് കണ്ടപ്പോൾ തന്നെ നല്ല ടെൻഷനും തല കറങ്ങുന്ന പോലെയൊക്കെ ആയിരുന്നു. എനിക്ക് മാത്രമല്ല, അവിടെ വന്ന കുറേ ആൺപിള്ളേരൊക്കെ ഇതേ അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് തോന്നി, അപ്പോൾ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് സ്വാഭാവികമാണ്, എല്ലാവർക്കും തോന്നുകയാണ്. പിന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെയൊക്കെ ട്രെക്ക് ചെയ്യുന്നവർക്കൊക്കെ കുറച്ച് ഈസി ആയിരിക്കും. അവർക്ക് അത്ര പേടിയും ഒന്നും ഉണ്ടാവില്ല, നല്ല ധൈര്യത്തോടു കൂടി പോകാൻ പറ്റും. പക്ഷേ എന്നെപ്പോലെയുള്ള ആളുകളൊക്കെ ഇതങ്ങ് നടന്ന് കയറി ആ വ്യൂ പോയിന്റിലെത്തുമ്പം നമുക്കും ഇങ്ങനെയൊക്കെ പറ്റുമെന്ന് തോന്നും. പക്ഷെ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. എനിക്കങ്ങ് കടന്നു കഴിഞ്ഞപ്പോൾ ആ പേടി അങ്ങ് മാറി. അപ്പോൾ ഇതാ മല കാണുന്നത് കേട്ടോ, ഇതാണ് നമ്മൾ ആദ്യം പോയിരുന്ന ആ കുരിശുള്ള മല കേട്ടോ. അതിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എത്ര ഹൈറ്റിലാണ് അത് ഇരിക്കുന്നതെന്നുള്ളത്.
അപ്പോൾ അതാ ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നതാണ് കേട്ടോ ഇല്ലിക്കൽ കല്ലിൻ്റെ ഫ്രണ്ട് സൈഡ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെയും പോകാവുന്നതാണ്. അവിടെ ടിക്കറ്റ് ഫീ ഉണ്ട്. പിന്നെ രാവിലെ വന്ന് കയറുന്ന ആ ഒരു സെയിം എക്സ്പീരിയൻസ് ആയിരിക്കില്ല. നിങ്ങൾ കുറച്ചും കൂടെ വെയിലൊക്കെ വന്നു കഴിയുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും കയറാനായിട്ട്. ഇതാ ഇപ്പോൾ നിങ്ങൾ കണ്ടോ കുറച്ച് ആളുകൾ വരുന്നത്. അത് നടക്കാൻ അത്രയും ബുദ്ധിമുട്ടാണ്, ടെൻഷനും ഉണ്ട്. അതുകൊണ്ടാണ് അവരങ്ങനെ പിടിച്ചു വരുന്നത്. പിന്നെ ആ പാറ ഇങ്ങനെ കൂർത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കാല് നമ്മൾ ചവിട്ടുമ്പോൾ അങ്ങനെ ഒരു പരന്ന സ്ഥലം അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നമ്മുടെ സെക്കൻഡ് വ്യൂ പോയിന്റിൽ നിന്ന് തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. നല്ല വെയിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആളുകൾ കുറേ പേര് കയറി വരുന്നുണ്ട്. ഇപ്പോൾ കയറുന്നവർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും, കാരണം നന്നായിട്ട് മടുക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കയറുന്ന പോലെ അത്ര എളുപ്പമായിരുന്നില്ല ഇറങ്ങുന്നത്, കാരണം നല്ല കുത്തനെയുള്ള ഇറക്കമായതുകൊണ്ട് തന്നെ അത്ര ഗ്രിപ്പ് കിട്ടില്ല, തെന്നി വീഴാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പിന്നെ കാല് നന്നായിട്ട് വേദന എടുക്കാൻ തുടങ്ങും ഇപ്പോൾ ഇറങ്ങുമ്പോഴത്തേക്കും. ഇതപ്പോൾ താഴെ കാണുന്നുണ്ട്, അതാണ് കേട്ടോ നമ്മൾ കയറി വന്ന ആ വഴി. അപ്പം ഞാൻ കയറിപ്പോയപ്പോഴും ഇറങ്ങി വന്നപ്പോഴൊക്കെ ശ്രദ്ധിച്ച കാര്യമാണ്, എന്തായാലും ദാഹിക്കുന്നതുകൊണ്ട് ആളുകൾ വെള്ളമായിട്ട് കയറിപ്പോവുള്ളൂ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഈ ബോട്ടിൽ വെള്ളം കുടിച്ചിട്ട് ആ ബോട്ടിൽ അതുപോലെ തന്നെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവർ ഈ താഴെ ബോട്ടിലൊക്കെ നമുക്ക് ഡംപ് ചെയ്യാനായിട്ടൊരു ബിൻ വെച്ചിട്ടുണ്ട്, അതിലിടേണ്ട കാര്യമുള്ളൂ. കുറേ ആൾക്കാർ പ്രോപ്പറായിട്ട് അതിൽ തന്നെ കൊണ്ട് ഡംപ് ചെയ്തിട്ടാണ് പോകുന്നത്. കുറേ ആളുകൾ ആ പോകുന്ന വഴിക്കൊക്കെ വലിച്ചെറിയുന്നുണ്ടായിരുന്നു. ഇത് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സമയം ഒരു 10 മണി ആയിട്ടുണ്ട്. ഇനിയൊരു ജ്യൂസൊക്കെ കുടിച്ച് റിട്ടേൺ എറണാകുളം പോവാണ്. 1:30 കൂടി നമ്മൾ കൊച്ചിയിലെത്തിയിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.